നോക്കൂ, സംഘപരിവാർ സൈദ്ധാന്തികൻ ടി ജി മോഹൻദാസ് അകത്തായിരിക്കുന്നു. ഇവിടെ ഭരിക്കുന്നത് വിജയന്റെ പോലീസല്ല, RCയുടെ പോലീസാണ്. ഇവിടെ ഒരു സർക്കാരുണ്ട് സാർ എന്ന മട്ടിലാണ് ഇന്നലെ തൊട്ട് സൈബർ തള്ള ഒരു മയത്തിലൊക്കെ വേണം. ആ കുട്ടികളെ വെടിവെച്ചു കൊന്നേനെ, ശവങ്ങൾ വാരി മാറ്റിയേനെ എന്ന അക്രമവർത്താനം മാത്രമായിരുന്നു സംഘബുദ്ധിജീവി തുപ്പിയ വൃത്തികേട്. അവിടെ കൂടിയ പെൺകുട്ടികൾ റേപ്പ് ഇഷ്ടപ്പെടുന്നവരാണെന്ന മട്ടിൽ വൈകൃതവും ഹിംസയും കൂട്ടിക്കുഴച്ച് ഫോർത്തറൈറ്റ് നാറുന്ന വാക്കുവാരിയർ ഞാൻ രാത്രി അയാൾ കിടക്കുന്ന തടവറത്തറയിലാണ്. ദിവസമായിട്ടേ ഉള്ളൂ. 72 ദിവസം കൊണ്ട് ജനങ്ങളെ കൊണ്ട് പറയിച്ചു തമ്മിൽ ഭേദം മറ്റവരാണ് എന്ന്. അതിൽ VD സതീശന്റെ ഈ പ്രവൃത്തികളും ഈ CP ജോണിന്റെ ഇന്നത്തെ പ്രവൃത്തികളും കൂടിയായപ്പോൾ ജനങ്ങൾക്ക് അബദ്ധം പറ്റിയോ എന്ന് അവർക്ക് തോന്നുമാറുള്ള ഒരു സിറ്റുവേഷൻ സൃഷ്ടിക്കരുതായിരുന്നു. എന്തിനും മറുപടി പറയുമ്പോൾ VD സതീശന്റെ അളവുകോൽ പിണറായി വിജയനാണ്. ഇപ്പോൾ നമ്മൾ കേട്ടത് മലയാളത്തിലെ പ്രമുഖമായ 2 ദൃശ്യമാധ്യമ രംഗത്തെ മാധ്യമപ്രവർത്തകരുടെയും പിന്നെ ചർച്ചകളിലൊക്കെ ഈ അന്തിചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്ന ഒരു രാഷ്ട്രീയ നിരീക്ഷകന്റെയും വാക്കുകളാണ്. അതിന്റെ വിശദ വിവരങ്ങളിലേക്ക് നമുക്ക് കടക്കാം. വെൽക്കം ടു ഡിബേറ്റ് സ്പേസ് മലയാളം. ലെറ്റ്സ് ബിഗിൻ. ആദ്യം നമ്മൾ കേട്ടത് News 24-ലെ ഹാഷ്മി താഹിമിന്റെ വാക്കുകളാണ്. ഈ ഹാഷ്മി താഹിമിന്റെ ഈ ചർച്ചകളുടെ തുടക്കം കുറിക്കുന്ന ആ ഇൻട്രോ ഉണ്ടല്ലോ, അത് വളരെ പ്രസിദ്ധമാണ്. 1 മിനിറ്റിനുള്ളിൽ ഒരു 500 വാക്കുകൾ ചടപടപടപടപടായി എന്ന് കടുക് വറക്കുന്ന വേഗത്തിൽ അതിരൂക്ഷമായി പറഞ്ഞ് അങ്ങ് ഒരു തുടക്കം കുറിക്കുന്ന കേട്ടാൽ തന്നെ ആൾക്കാരൊക്കെ കിടിലം കൊണ്ടുപോകും. അങ്ങനെ ഒരു പ്രയോഗത്തിന്റെ ആദ്യ ഭാഗമാണ് ഇപ്പൊ നമ്മൾ കേട്ടത്. അതിന്റെ മുഴുവൻ ഭാഗം കൂടെ കേട്ടിട്ട് നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ പറയാം. പറഞ്ഞ വൃത്തികേടുകളുടെ ആവർത്തന ന്യായീകരണത്തിന് 10ാം നാളും പിത്തം പിടിച്ച സിസ്റ്റം. കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ആയെങ്കിയാണ് എന്ന മട്ടിൽ അടിമുടി റാങ്ക് ആൻഡ് ഫയൽ ഒരു പോലീസ് സംവിധാനം. ഒന്നാകെ ഒരു പയ്യന്റെ പിന്നാലെ കാലുവെന്ത് പ്രാന്ത് പിടിച്ചോടിയപ്പോൾ ചോദ്യങ്ങൾ ഉയർന്നപ്പോഴാണ് കെട്ടും കിടുതാപ്പോഴത്ത് അങ്ങോട്ടേക്ക് താല്പര്യമില്ലാത്തൊരു പോക്ക്. ഞെക്കി ഞെരുങ്ങി മുഖ്യ മൂലയാണ് അറസ്റ്റ് എന്നതിന് രാഖി രാമാനും കിട്ടിയ ജാമ്യം സാക്ഷ്യം. ഇവിടെ ഒരു സർക്കാരുണ്ട്, അതിനൊരു രാഷ്ട്രീയ നയമുണ്ടെന്ന് പുല്ലുവില കൊടുക്കാതെ ഒരു ബ്യൂറോക്രാറ്റിക് തലവനിറക്കിയ വന്ദേമാതര ഉത്തരവ് മാത്രമല്ല, സർക്കാർ വാഴ്ത്തുമല്ല, ഓന്തുപോലും നാണിക്കുന്ന മട്ടിൽ PMCയിൽ കണ്ട മറിച്ചടി. വീട് വെക്കുമ്പോൾ ഒരു ചക്കാത്ത ചാപ്പയ്ക്ക് എന്താ കുഴപ്പമെന്ന ചോദ്യം. ഞങ്ങളില്ലേ ഏറ്റുമുട്ടാൻ എന്ന അരാഷ്ട്രീയ ആംബിയറെല്ലാം എമ്പാടും കണ്ടതാണ് പോയ മാസങ്ങൾ. സംഘത്തോട് സാഷ്ടാംഗ വിധേയത്വം എന്ന് പ്രതിപക്ഷം ആരോപണം ചുമ്മാതാണോ? ഇനി ആ സവർക്കറെ ചാരി ദേശസ്നേഹം പഠിപ്പിക്കാൻ പിന്നെയും ഇറങ്ങലാണ് ഒരു സംഘം. ആ ബ്രിട്ടീഷ് ഗവൺമെന്റ് അപാരമായ ഔദാര്യത്താൽ ദയാവായ്പിനാൽ വിട്ടയച്ചാൽ ആ സാമ്രാജ്യത്വ വ്യവസ്ഥയോട് പരിപൂർണ വിധേയത്വം പ്രഖ്യാപിക്കാമേ. ഈ പ്രോഡിഗൽ സൺ, മുടിയനായ പുത്രന ബ്രിട്ടീഷ് രക്ഷിതാവിന്റെ വാതായനങ്ങളല്ലാതെ എങ്ങോട്ട് പോവാനാണ്? കാരുണ്യ സാമ്രാജ്യമേ കൈവിടല്ലേ എന്നൊക്കെയാണ് ദാസ്യം മണക്കുന്ന അപ്പോളജി. 1 ആണോ 9 ഈ രാജ്യത്തിന് വേണ്ടി ഇൻകുലാബിന്റെ മുദ്രാവാക്യത്തിൽ യാചിക്കാതെ കഴിമരം കയറിയ ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ്, അഷ്ഫാഖുള്ള ഖാൻ നായകന്മാരുടെ ഗ്ലോറിയസ് ഹീറോയിക് വീരസ്മരണകൾക്കിടയിൽ ഈ മാപ്പഴത്തിന്റെ പൈതൃകം തള്ളുന്നവർക്ക് ലജ്ജ വേണം, ലജ്ജ. ആ ലെഗസിയും വെച്ച് ഈ മഹാരാജ്യത്തെ പേട്രിയോട്ടിസം പഠിപ്പിക്കുന്ന നമ്മുടെ കാശ്മീർ കിടന്ന് തുള്ളി വിറച്ച് പറയുന്നതിൽ നിന്ന് നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ എന്ന് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് മൊത്തത്തിൽ മനസ്സിലായത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈ TG മോഹൻദാസ് ഉണ്ടല്ലോ, നമ്മുടെ ഈ പാറ്റകളുടെ സമരത്തിനെതിരെ ചില വർഗീയ പരാമർശങ്ങളും അതിൽ പങ്കെടുത്ത സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമെതിരെ ചില അശ്ലീല ചുവയുള്ള ചില പദപ്രയോഗങ്ങളും നടത്തിയിട്ട് 10 ദിവസത്തിലേറെയായി. കേസെടുത്തു, FIR ഒക്കെ ഇട്ടു പരാതിക്കനുസരിച്ച്. പക്ഷേ TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ചൊരു താല്പര്യവും നമ്മുടെ കേരള പോലീസ്, ചെന്നിത്തല പോലീസ് കാണിച്ചില്ലെന്നും, അതേസമയം ഏതോ ഒരു പയ്യൻ, ഒരല്പം റൗഡിത്തരൊക്കെ കാണിച്ച് നടക്കുന്ന ഒരു പയ്യൻ പോലീസിനെ വെല്ലുവിളിച്ചു, ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യുന്നു. ഏതോ ഒരു സിനിമയിൽ ജഗദീഷ് ശ്രീകുമാർ റോട്ടിൽ കിടക്കും, അങ്ങനെ എന്നെ ധൈര്യമുണ്ടെങ്കിൽ പിടിച്ചുകൊണ്ടുപോ എന്ന് വെല്ലുവിളിക്കുന്ന ഒരു സീൻ ഓർമ്മ വരും. അങ്ങനെ ഇയാൾ കേരളം മുഴുവൻ അവിടെ ഇവിടെ ഓടി നടന്ന് അവിടെ ഇവിടെ നിന്ന് വീഡിയോ ചെയ്ത് പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ടിരുന്നു. ഈ പോലീസിനെ വെല്ലുവിളിച്ചപ്പോൾ പലരും കളിയാക്കിയപ്പോൾ ഈ കേരളം മുഴുവൻ പോലീസ് പരതി നടക്കുകയായിരുന്നു. പത്തനംതിട്ടയിലൊക്കെ രാത്രിയിൽ പല വീടുകളും കയറി ഇറങ്ങി ആയങ്കിയെ തെരഞ്ഞു നടന്നപ്പോൾ ഈ ആയങ്കിയായിട്ട് കണ്ണൂരിലെ ഏതോ വീട്ടിൽ അഭയം തേടിയിരുന്നു. അവിടെ നിന്ന് പോലീസ് രാത്രിയോട് രാത്രി പൊക്കി എന്നുള്ളത് വാസ്തവം തന്നെ. അതിൻ്റെ ഒരു 100% ഈ അശ്ലീലച്ചോടെ പരാമർശം നടത്തിയ ഈ നമ്മുടെ മോഹൻദാസിനെതിരെ നടത്തിയോ എന്നാണ് ചോദിക്കുന്നത്. ഗത്യന്തരമില്ലാതെ ഈ മനുഷ്യനെ അറസ്റ്റ് ചെയ്ത് ദുർബല വകുപ്പുകൾ ചേർത്ത് രാഖി രാമാനം അദ്ദേഹത്തിന് ജാമ്യം കിട്ടി പുറത്തു വന്നില്ലേ എന്ന് കളിയാക്കുന്ന ഒരു ഭാഗം. പിന്നെ അങ്ങനെ നിരവധി കാര്യങ്ങൾ ഈ സതീശൻ സർക്കാരിനെ കടുകുമണി പൊട്ടിച്ച് വിറപ്പിക്കുന്ന സീനാണ് നമ്മൾ കണ്ടത്. പക്ഷെ ഒരു കാര്യം ഇവിടെ നമ്മൾ ഓർക്കണം കേട്ടോ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തും അതിനു മുമ്പ് കുറച്ച് കാലമായും അന്നത്തെ പിണറായി സർക്കാരിനെ കിടുകിടാവർപ്പിക്കുന്നതിലും UDF സർക്കാരിനെ അധികാരത്തിലേറ്റുന്നതിലും രാപ്പകൽ കഷ്ടപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകനാണ് ഇന്നിരുന്ന്
കഷ്ടം പറഞ്ഞാൽ മൂങ്ങുന്നത് എന്ന് പറയാവോ എന്ന് എനിക്കറിയില്ല. നമുക്കത് വേണമെങ്കിൽ കുറച്ചും കൂടെ സംസ്കൃതമായ ഭാഷയിൽ പറയുന്നത് കരയുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും. മഹാകഷ്ടം എന്നേ പറയാൻ പാടുള്ളൂ. അപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് തന്നെ ഏതാണ്ട് 1-2 മാസത്തിനുള്ളിൽ ഈ സതീശൻ സർക്കാരിനെ വെറുത്തു തുടങ്ങി എന്നാണ് അത്രേ ഇപ്പം ഇടതുപക്ഷത്തെ ചില ആൾക്കാർ പറഞ്ഞു പരത്തുന്നത്. അത് സത്യമാണോ എന്ന് ഈ വാക്കുകൾ കേട്ടാൽ നമുക്കും തോന്നിപ്പോകും. ഇനിയിപ്പോൾ ഇദ്ദേഹത്തിന് മാത്രമല്ല എന്നാണ് പറയുന്നത്. ഇനി ഭാഷ്മിക്ക് മാത്രമാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അതല്ലാണ്ട് ഈ ചിലർ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു അത്രയും. അത് മാധ്യമപ്രവർത്തകർ മാത്രമല്ല, ഈ അന്തിച്ചർച്ചയിൽ വന്ന് പിണറായിയെയും ഗവൺമെന്റിനെയും നിശിതമായി വിമർശിക്കുകയും എങ്ങനെയെങ്കിലും ഒന്ന് UDF സർക്കാരും സതീശനും അധികാരത്തിൽ വന്നാൽ ഇവിടെ തേനൊഴുകും പാലൊഴുകും എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ചിലരിതാ ഇപ്പം മാറ്റി പറയാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഈ നമ്മുടെ പ്രതിപക്ഷത്തുള്ള ഇടതുപക്ഷത്തുള്ള ചിലർ പറയുന്നത്. അത് വെറുതെ പറയുന്നതല്ല കേട്ടോ, ഇതാ കേട്ടു നോക്കൂ എന്ന് പറഞ്ഞാണ് അവർ ഇത് കാണിക്കുന്നത്. നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇതിലത്തെ അസഹിഷ്ണുത പാടില്ല. കാരണം ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യനെ അദ്ദേഹത്തിന് നീറോ ചക്രവർത്തി എന്ന് ഒരുപാട് പ്രാവശ്യം ഞാനടക്കമുള്ളവർ ഈ ചർച്ചകളിൽ പങ്കെടുക്കുന്ന എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീറോ ചക്രവർത്തി സാമ്രാജ്യം കത്തിയെറിയുമ്പോൾ വീണ വായിച്ച നീറോ ചക്രവർത്തിയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതശൈലിയുടെ പേരിൽ. അപ്പം ഇന്നിപ്പോൾ VD സതീശൻ ഇത്തരത്തിൽ കേരളത്തിൽ പ്രളയദുരിതവും വെള്ളം കയറിയിട്ടുള്ള ബുദ്ധിമുട്ടുകളും ജനങ്ങൾ അനുഭവിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ, ഞാൻ പറയട്ടെ മഞ്ജുഷ, ഈ ഹരിദാസ് എന്ന് പറയുന്ന സാധാരണക്കാരൻ്റെ പൊന്നാനിയിലെ കോൺഗ്രസ് നേതാവിൻ്റെ വീട്ടിൽ നിന്നാണ് സതീശൻ ഊണ് കഴിച്ചതെങ്കിൽ ഇത്രയധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. ഇത് തൊട്ടടുത്ത് പോയി ആഡംബരമായിട്ടുള്ളൊരു ഭക്ഷണം കഴിക്കുകയും അത് ഫോട്ടോ എടുത്ത് പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നുള്ള നിലയ്ക്ക് അത് അങ്ങേറ്റം മോശമായിട്ടുള്ളൊരു പ്രവണതയായി പോയി. കാരണം സന്ദർഭം ശരിയല്ല. VD സതീശന് ഏത് സുഹൃത്തുക്കളുടെ അടുത്ത് പോയിട്ടും ഊണ് കഴിക്കാം, വിശാലമായിട്ട് ഭക്ഷണം കഴിക്കാം. അതിനൊന്നും കേരളത്തിലെ ജനങ്ങളെതിരല്ല. പക്ഷെ സന്ദർഭമുണ്ട് എല്ലാറ്റിനും. നമ്മൾ മരണ വീട്ടിൽ ചെന്നിട്ട് നമ്മൾ കുശുകുശുക്കുന്നത് എന്താ ഉറക്കെ സംസാരിക്കാതെ? അതൊരു ഔചിത്യബോധത്തിൻ്റെ പേരിലാണ് നമ്മൾ മരണ വീട്ടിൽ ഒരു മര്യാദ പാലിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ജനങ്ങൾ ദുരിതത്തിലാവുമ്പോൾ മുഖ്യമന്ത്രി 3 മണിക്ക് എനിക്ക് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നൊക്കെ കേരളത്തിലെ ജനങ്ങൾ പറഞ്ഞു. അദ്ദേഹം ഭക്ഷണം കഴിക്കട്ടെ. അതുപോലെ തന്നെ ഹെലികോപ്റ്റർ യാത്ര, ഇദ്ദേഹം പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം ഒഴിഞ്ഞ സമയത്ത് ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന് മുമ്പ് ഒരു മംഗലാപുരം യാത്രയുണ്ടായി ഹെലികോപ്റ്ററിൽ. അതിൻ്റെ ദുരൂഹത ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു അധികാര സ്ഥാനത്ത് ഇരിക്കാത്ത കാലഘട്ടത്തിൽ കഴിഞ്ഞ സംഭവമാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് അത് വിവാദമാക്കേണ്ട പ്രശ്നമില്ല. പക്ഷേ ഇവിടെ അധികാരത്തിലിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി, അദ്ദേഹം വ്യവസായ വകുപ്പ് മന്ത്രിയെ കൂടാതെ ഒരു ഇൻവെസ്റ്ററെ കാണാൻ വേണ്ടി കൊച്ചിയിൽ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തൊണ്ട തൊടാതെ വിഴുങ്ങാനുള്ള നമുക്കൊരു പറയില്ല. അത് അത്ര എളുപ്പമുള്ള സംഗതിയല്ല. കേട്ടല്ലോ, നമ്മുടെ ഈ ഹരിദാസ് എന്ന രാഷ്ട്രീയ നിരീക്ഷകനും നമ്മുടെ ഈ സതീശൻ മുഖ്യമന്ത്രിയെ മടുത്തുപോയി. അദ്ദേഹം തന്നെ സമ്മതിക്കുകയാണ്, ഇതിലും ഭേദം പിണറായി വിജയനായിരുന്നില്ലേ എന്ന് ജനം ചോദിച്ചു തുടങ്ങിയിരിക്കുന്നുവെന്ന് ഹരിദാസനും സമ്മതിച്ച സ്ഥിതിക്ക് ഇദ്ദേഹവും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹാഷ്മിയെ പോലെ തന്നെയായിരുന്നു. കഴിഞ്ഞ കുറേ കാലമായി പിണറായി വിജയനെതിരെ വാളോങ്ങിക്കൊണ്ടിരിക്കുകയും ആ ഭരണം അവസാനിച്ച് കാണാനായിട്ട് നിരന്തരം ചാനലിൽ വന്ന് ഈ വാചകടിക്കുകയും ചെയ്തിരുന്ന ഒരു രാഷ്ട്രീയ നിരീക്ഷകനാണ് ഇദ്ദേഹവും എന്നൊക്കെ നമുക്കറിയാം. അദ്ദേഹത്തിനിപ്പോൾ മനം മാറ്റം ഈ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ വന്നു എന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുന്ന അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇനി ഇതാ മറ്റൊരാളെ കൂടെ നമുക്ക് കണ്ടു നോക്കാം. പിണറായി അങ്ങനെ ചെയ്തില്ലേ, പിണറായി ഇങ്ങനെ തുടർന്നില്ലേ എന്നതാണ് ആ അളവുകോൽ. എങ്കിൽ പിന്നെ പിണറായി വിജയൻ മതിയായിരുന്നല്ലോ, VD സതീശൻ വേണ്ടായിരുന്നല്ലോ എന്ന് ജനത്തിന് തിരിച്ചു ചോദിക്കേണ്ടി വരുന്ന അവസ്ഥ. ഏതാണ്ട് അതുപോലെ തന്നെയാണ് ഭരണത്തിലും കാര്യങ്ങൾ. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം സാമ്പത്തിക നിലയെപ്പറ്റി ഒരുപാട് പറഞ്ഞു. എന്താണ് ചെലവ് ചുരുക്കാൻ വേണ്ടി ഈ സർക്കാർ ചെയ്തത്? PSCയിലെ അംഗങ്ങളുടെ എണ്ണം വെട്ടിക്കുറയ്ക്കുന്നുണ്ടോ? വിവരാവകാശ കമ്മീഷൻ ഒരു വിവരവും നൽകാൻ കഴിവില്ലാത്ത ആളുകളാണ്, അവിടെ എണ്ണം വെട്ടിക്കുറയ്ക്കുന്നുണ്ടോ? എവിടെയാണ് സർക്കാരിന്റെ ചെലവ് ചുരുക്കൽ ഉണ്ടാകുന്നത്? ഇപ്പോഴിതാ 2 പുതിയ നിയമനങ്ങളുടെ കാര്യങ്ങൾ കേൾക്കുന്നു. അനാരോഗ്യം കൊണ്ടും പ്രായം കൊണ്ടും മത്സരത്തിൽ നിന്ന് മാറി നിന്ന MK മുനീറിനെയും PJ ജോസഫിനെയും ഭരണഘടനാ പദവിയിലേക്ക് പരിഗണിക്കുന്നു അത്രേ. എന്താണ് ഈ ഭരണഘടനാ പദവികളുടെ ആവശ്യം? ആ നേതാക്കളെ കുടിയിരുത്തുക മാത്രം, അല്ലാതെ കേരളത്തിന് പ്രത്യേകിച്ച് ഒരു ലാഭവുമില്ല. ആ ഭരണഘടനാ പദവിയിലുള്ള ക്യാബിനറ്റ് റാങ്കുള്ള ആളുകൾക്ക് അവരുടെ സ്റ്റാഫിനെ നിയമിക്കാം. അതിന്റെ ചെല്ലും ചെലവും നാം പൗരരുടെ നികുതിയിൽ നിന്ന് നൽകുകയും ചെയ്യാം. എന്തിനാണ് ഈ പാഴ്ചെലവുകൾ? കുറെ പാർശ്വവർത്തികൾക്ക് സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി മാത്രമാണോ VD സതീശന്റെ സർക്കാരിനെ കേരളത്തിലെ ജനം
10 കൊല്ലത്തെ ഭരണത്തെ തൂത്തെറിഞ്ഞുകൊണ്ട് തെരഞ്ഞെടുത്തത്. നേരത്തെ പറഞ്ഞ പോലെ കാശ്മീർ താഹിമിനെ പോലെയും രാഷ്ട്രീയ നിരീക്ഷകന്റെയും അതേ പട്ടികയിൽ വരുന്ന ആള് തന്നെയായിരുന്നു ഈ സിന്ധു സൂര്യകുമാർ. എങ്ങനെയെങ്കിലും പിണറായി വിജയത്തിന് അന്ത്യം കുറിക്കാനും എങ്ങനെയെങ്കിലും സതീശൻ സർക്കാരിനെ അധികാരത്തിലേറ്റാനും വേണ്ടി രാപ്പകൽ കഷ്ടപ്പെട്ട ഒരു വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു. അവരാണ് ഇപ്പോൾ ഇവിടെ വന്ന് ഈ കുറ്റസമ്മതം നടത്തുകയും ഇതെല്ലാം ഏറ്റുപറയുകയും ചെയ്യുന്നത്. ഒരുപക്ഷെ അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമാവാം. എന്തായാലും ഇതൊക്കെ കേട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായം ഉണ്ടാവുമല്ലോ. ഇത്രയും ചുരുങ്ങിയൊരു സമയം കൊണ്ട്, അതും പ്രത്യേകിച്ച് ഈ ഹണിമൂൺ കാലഘട്ടത്തിൽ തന്നെ ഈ ഒരു സർക്കാരിനെ വെറുക്കാനുള്ള കാലമായോ എന്ന് നമ്മുടെ പ്രേക്ഷകർ ചിന്തിക്കട്ടെ. ഇതിലും ഭേദം പിണറായി വിജയൻ തന്നെ ആയിരുന്നു എന്നുള്ളതും കൂടെ നിങ്ങൾ പറയണം. കാരണം ഇടതുപക്ഷം പറഞ്ഞിരുന്നു, നിങ്ങൾ ഏതെങ്കിലും വിധത്തിൽ ഒരു ചതിയിൽപ്പെടുകയും തെറ്റ് ചെയ്യുകയും ചെയ്താൽ അധികം താമസിയാതെ നിങ്ങൾക്ക് കുറ്റസമ്മതം നടത്തേണ്ടി വരും, ഇതിലും ഭേദം പിണറായി വിജയനായിരുന്നു എന്ന് അന്ന് നിങ്ങൾക്ക് പറയേണ്ടി വരും എന്ന് ഇടതുപക്ഷം അന്നേ വാണിംഗ് തന്നിരുന്നു എന്നും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിനുള്ള മറുപടി കൂടി നമ്മുടെ പ്രേക്ഷകർ പറയട്ടെ. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡ് കാണുന്നവരെ താങ്ക് യു.